എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമികവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ചെറിയൊരു ചിന്തയുമായി നിങ്ങളോട് പാരിപ്പാൻ വലിയവനായ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ മനസ്സിനെ ആഴമായി ചിന്തിപ്പിച്ച ഒരു ചെറിയ ചിന്ത നിങ്ങളുടെയും അനുഗ്രഹത്തിനായിട്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തിനും വലിയ നന്മയും ആത്മീയ അനുഗ്രഹങ്ങളും പരിവർത്തനവും കൊണ്ടുവരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ചിന്ത പറയുന്നത്. നിങ്ങൾ അത് ഗൗരവത്തിൽ അതിനെ കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിന് തീർച്ചയായിട്ടും അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യോഹന്നാന്റെ സുവിശേഷങ്ങളിലും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എല്ലാ സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് മഗ്ദലക്കാരത്തി മറിയ യേശു കർത്താവിനെ ഉയർത്തെഴുന്നേറ്റ ശേഷം കണ്ടതായിട്ടുള്ള കാര്യം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായം ആദ്യം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്: ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു കല്ലറ വാതിക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഈ മറിയ ഇരുട്ടുള്ളപ്പോൾ തന്നെ, ഞായറാഴ്ച രാവിലെ ആയി വരുന്നേ ഉള്ളൂ, ഇരുട്ടുണ്ട്, ആ സമയത്ത് തന്നെ തൻ്റെ കർത്താവിനെ തേടി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഈ മറിയയ്ക്ക് ഇത്ര സ്നേഹം കർത്താവിനോട് എന്തായിരുന്നു? നമുക്കറിയാം, ഗലീല പ്രദേശത്തുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഈ മറിയ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് 1, 2, 3 വാക്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കർത്താവ് പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് ശുശ്രൂഷയുമായിട്ടൊക്കെ പന്തിരുവരുടെ കൂടെ പോയപ്പോൾ അതിൽ കൂടെ ചില സഹോദരിമാരും ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറഞ്ഞിട്ടുള്ള പേരാണ് മഗ്ദലക്കാരത്തി മറിയ, സൂസന്ന, അല്ലെങ്കിൽ ശലോമ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാര് കർത്താവിൻ്റെ കൂടെ കർത്താവിനെ പിൻപറ്റി പോയിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ട് തന്നെ ഒരു വലിയൊരു കൂട്ടം കർത്താവിൻ്റെ കൂടെ മറ്റുള്ള പട്ടണങ്ങളിലേക്കൊക്കെ പോയപ്പോഴും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ മറിയയും ഈ യോഹന്നായും ഈ ശലോമയും സൂസന്നയും ഒക്കെ യെരുശലേമില് കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് വരെ അവരിൽ പലരും ഈ കിലോമീറ്ററുകൾ താണ്ടി ഗലീല പ്രദേശത്തിൽ നിന്ന് യെരുശലേമിൽ എത്തിയിട്ടുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ മരണസമയത്തും കർത്താവിൻ്റെ ക്രൂശിനരികെ ഇങ്ങനെ നോക്കി വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചില സഹോദരിമാരെ പറ്റിയൊക്കെ വചനത്തിൽ പറയുന്നുണ്ട്. അവർ ഇവരുടെയൊക്കെ പേര്, മഗ്ദലക്കാരത്തി മറിയുടെയൊക്കെ പേര് അവിടെ എടുത്തു പറയുന്നുണ്ട്. ഈ മറിയയ്ക്കൊക്കെ കർത്താവിനെ ഇത്രത്തോളം സ്നേഹിച്ച് കർത്താവിനെ പിൻപറ്റുവാൻ കർത്താവ് മറ്റുള്ള പന്തിരുവരായിട്ടുള്ള ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് അപ്പോസ്തലന്മാരാക്കി നിയമിച്ച് അങ്ങനെ ആക്കിയ വനിതകളോ സഹോദരിമാരോ ഒന്നുമല്ല. ഇവർ കർത്താവിനെ പിൻപറ്റിയവരാണ്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്നത് 7 ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലക്കാരത്തി മറിയ, ആ ഒരു വിടുതൽ ലഭിച്ച മറിയ ആണ് കർത്താവിനെ പിൻപറ്റി ഈ തലങ്ങളിലെല്ലാം കർത്താവിൻ്റെ ശുശ്രൂഷ സമയങ്ങളിലും കർത്താവിൻ്റെ ദുഃഖത്തിൻ്റെ, വേദനയുടെ, മരണത്തിൻ്റെ സമയത്തും അടക്കത്തിൻ്റെ സമയത്തും കല്ലറയ്ക്കൽ വെക്കുമ്പോഴും ഈ സഹോദരിമാരൊക്കെ അവിടെ ഉണ്ട്. ആ ഒരു സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം കിടക്കുകയാണ്. അവർ പ്രഭാതത്തിൽ കർത്താവിനെ അടക്കി 3-ാം പ്രഭാതം ആയപ്പോൾ അവർ രാവിലെ കല്ലറയ്ക്കൽ, നേരം വെളുത്തിട്ടില്ല, ആ ഇരുട്ടുള്ളപ്പോൾ തന്നെ കർത്താവിനെ തേടി അവിടെ നമുക്ക് കാണുന്ന ലൂക്കോസിന്റെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ കാണാം. അവര് സുഗന്ധദ്രവ്യങ്ങളുമായിട്ട് കർത്താവിന്റെ ശരീരത്തെ പൂശുവാൻ വേണ്ടി ആ കല്ലറയ്ക്കൽ വന്നേക്ക്. അവർക്കറിയില്ല എങ്ങനെ കല്ലറയ്ക്ക് കയറണം എന്നുള്ളതും അവർക്കറിയില്ല. നമുക്കറിയാം, അവിടെ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, മുദ്ര വെച്ചിട്ടുണ്ടായിരുന്നു കാണും. ഇതൊന്നും അവരുടെ ആ സ്നേഹത്തിൽ നിന്ന്, ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നില്ല. അവർ വലിയ ഒരു പ്രതിസന്ധി അവരുടെ മുമ്പിൽ ഉണ്ടെന്ന് കണ്ടിട്ട് പോലും അതൊക്കെ മറന്ന് സുഗന്ധദ്രവ്യങ്ങളും പ്രിപ്പയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ ശരീരത്തെ പൂശുവാൻ വേണ്ടി അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ, സഹോദരിമാരാണെന്ന് ഓർക്കണം, അവർക്ക് പരിചയമില്ലാത്ത സ്ഥലമാണെന്ന് ഓർക്കണം, യെരുശലേമില്
ഓക്കെ, കർത്താവിനെ അടക്കിയ കല്ലറയ്ക്കൽ, അത് ആ തലോടിയിടം എന്നുള്ള ആ സ്ഥലത്ത് നിന്ന് അടുത്തായിട്ടുള്ള കല്ലറയിലാണ് അടുക്കിയിരിക്കുന്നത്. അവിടെ ഒരു പക്ഷെങ്കിൽ മനുഷ്യരും സാധാരണ ആൾക്കാരൊന്നും പോകുന്ന സ്ഥലമല്ല. പ്രഭാതത്തിൽ ഇരുട്ടോട് തന്നെ കർത്താവിനെ തേടി എത്തുന്ന സഹോദരിമാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിനോട് എത്ര സ്നേഹമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് മനസ്സിലാക്കാനുമായിട്ട് കഴിയും. കർത്താവിൻ്റെ ഈ പ്രിയ ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം എല്ലാവരും പേടിച്ച് പ്രയാസപ്പെട്ടിരിക്കുക. നമ്മളവരെ കുറച്ചൊന്നും പറയാൻ കഴിയില്ല. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ പട്ടണം വിട്ട് തന്നെ ഓടിപ്പോയതിനെ. ഞാനൊക്കെ ഉള്ള ആ അവസ്ഥയിലാണെങ്കിൽ ശിഷ്യന്മാരൊക്കെ അവിടെ യെരുശലേമിൽ തന്നെ യോഹന്നാനും പത്രോസും ഒക്കെ ഭയപ്പെട്ട് അവരവിടെ ഇവിടെയായിട്ടൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചാണ് ഈ സഹോദരിമാർ മുമ്പോട്ട് വന്ന് കർത്താവിനെ അന്വേഷിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ ഈ മറിയയ്ക്ക് ലഭിക്കുന്ന അനുഗ്രഹം 20-13 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഈ അവരോടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 ദൂതന്മാരെ അവിടെ കാണുന്നതായിട്ട് അവരോടാണ് മറിയ സംസാരിക്കുന്നത്. അപ്പോൾ ദൂതന്മാരെ കാണുവാനും ദൂതന്മാരുടെ സംസാരം കേൾക്കുവാനും ദൂതന്മാരോട് തിരിച്ചു ചോദിക്കുവാനും എൻ്റെ കർത്താവിനെ കണ്ടോ, എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. എൻ്റെ കർത്താവിനെ കാണുന്നില്ല, ഞാൻ എൻ്റെ കർത്താവിനെ അന്വേഷിച്ച് വന്നതാണ്, എൻ്റെ കർത്താവിനെ കാണുന്നില്ല എന്ന് ദൂതന്മാരോട് പരാതിയോ പരിഭവമോ ഒക്കെ പറയുകയാണ്. നമുക്കറിയാം, മറ്റുള്ള സുവിശേഷങ്ങൾ കാണുന്നുണ്ട്, ഈ സംഭവങ്ങളൊക്കെ ദൂതന്മാരിങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ പോയി ശിഷ്യന്മാരോട് പറയുക എന്ന് ദൂതന്മാർ തന്നെ പറയുന്നതായിട്ട് മത്തായിലും മർക്കോസിലും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ അതിൻ്റെ അടുത്ത വാക്യം 15-ാം വാക്യത്തിൽ 14 മുതലുള്ള വാക്യങ്ങൾ ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊക്കോളാം. നമ്മൾ ആദ്യം പറഞ്ഞ പ്രതിസന്ധി പോണൊക്കെ തന്നെയാണ് ഈ സഹോദരിമാർക്ക്, ഈ മറിയയ്ക്ക്. ഇനി യേശു കർത്താവിൻ്റെ ശരീരം കണ്ടാൽ എടുത്തുകൊണ്ട് പോകാനുള്ള ആരോഗ്യമൊന്നുമില്ല. എന്നാലും പറയുകയാണ്, എൻ്റെ കർത്താവിനെ എവിടെ കൊണ്ടുവച്ചു? നീ എടുത്തോ. തോട്ടക്കാരനാണെന്ന് കരുതി പറയും, നീ എടുത്തോ. അങ്ങനെയെങ്കിൽ പറയുക, നീ ഒന്ന് പറഞ്ഞാൽ മതി, എൻ്റെ കർത്താവിനെ ഞാൻ എടുത്തുകൊണ്ട് പൊക്കോളാം. എത്ര സ്നേഹമാണ് അവിടെ കർത്താവിനോട് ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്ന അർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായതിൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. മന്ദിരക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്നും അവനിങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. എത്ര അനുഗ്രഹമായിട്ടുള്ള ഒരു രണ്ടാമത്തെ ഒരു അനുഭവമാണ്. ആദ്യം ശിഷ്യന്മാരോട് സംസാരിക്കുവാനായിട്ട് കഴിഞ്ഞു. രണ്ടാമത് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ തന്നെ കാണുവാനായിട്ട് ഇടയായി. നമ്മൾ മർക്കോസിന് സുവിശേഷം 16-9 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയ മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. മറിയയ്ക്ക് ലഭിച്ച മഹത്തായിട്ടുള്ള ഭാഗ്യം. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഭാഗ്യം ലഭിക്കുവാൻ കാരണം ഈ മറിയ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കർത്താവിനെ തുടർമാനമായിട്ട് പിൻപറ്റി. പിന്നെ തനിക്ക് സൗഖ്യം ലഭിച്ചതിന് ശേഷം കർത്താവിനെ പിൻപറ്റുകയാണ് ഈ മറിയ ചെയ്തത്. മറിയയ്ക്ക് മനസ്സിലായി, നമുക്കറിയാം, ഒരു ഭൂതം തന്നെ നമ്മുടെ ജീവിതത്തിൽ കയറിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പൊ 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് തള്ളപ്പെട്ടവനായിട്ട് സമൂഹത്തിൽ നിന്നും തള്ളപ്പെട്ട മറിയ, അല്ലെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതൊക്കെ ഒരു പക്ഷേ ഈ മന്ദലക്കാരത്തി മറിയ ചെയ്തു കാണും. അപ്പോൾ മറിയയ്ക്ക് ആ വിടുതൽ ലഭിച്ചപ്പോൾ മറിയയ്ക്ക് മനസ്സിലായി, താൻ നിത്യമായിട്ട് നശിച്ചു പോയിരുന്ന, ഈ സമൂഹത്തിന് ഒരു രീതിയിലും കൊള്ളാതായിരുന്ന എന്നെ വിടുവിച്ച കർത്താവിനെ, ഈ കർത്താവിനെ ഞാൻ ഇനി പിൻപറ്റുമെന്നുള്ള വലിയ ദൃഢമായിട്ടുള്ള നിശ്ചയത്തോടെയാണ്
മറിയ കർത്താവിനെ പിൻപറ്റിയത്. അതുകൊണ്ടാണ് അന്നു മുതൽ താൻ പോയ പട്ടണങ്ങളിലൊക്കെ നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ കഴിയും, മറ്റുള്ള സഹോദരിമാരുടെയൊക്കെ ഒരു നേതാവായിരുന്നു ഈ മറിയ എന്ന് കാണുവാനായിട്ട് കഴിയും. ശലോമയുടെയും യോഹന്നായുടെയും ശൂഷന്നയുടെ ഒക്കെ ഒരു നേതാവ്, അവരുടെയൊക്കെ മുൻപന്തിയിൽ നിന്ന ഒരു സഹോദരി. അതുകൊണ്ടാണ് ഈ മതിൽക്കാരത്തി മറിയയുടെ ഒരു ധൈര്യത്തിലായിരിക്കാം ഈ പ്രഭാതത്തിൽ ഈ കല്ലറയിലേക്ക് പോവാനായിട്ട് ഇടയായത്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്, ആ മറിയയ്ക്ക് തന്നെ ദൂതന്മാരോടും കർത്താവിനോടും ഒക്കെ ആദ്യം തന്നെ സംസാരിക്കുവാനുള്ള അവസരം കിട്ടിയ മറിയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊരു വലിയൊരു ഉണർവായിട്ട്, ഒരു അനുഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ പ്രിയപ്പെട്ട അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു. യോഹന്നാൻ ഉണ്ടായിരുന്നു, എന്തിനും ധൈര്യമായിട്ട് നിൽക്കുന്ന പത്രോസ് ഉണ്ടായിരുന്നു. പത്രോസിന് ഈ ഇരുളിനെയും അല്ലെങ്കിൽ തന്നെ പോകുന്നതിനൊന്നും പേടിയുള്ള ആളല്ല പത്രോസ്. യോഹന്നാനെ ഏറ്റവും സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാനും കർത്താവിനെ ആ രീതിയിൽ സ്നേഹിച്ചിരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ഈ മതിലക്കാരത്തി മറിയയ്ക്ക് യേശു കർത്താവിനോട് ഉള്ളത്. ഞാൻ എൻ്റെ ചിന്തയിൽ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചു പോവുകയായിരുന്നു. ശിഷ്യന്മാരൊക്കെ കർത്താവിൻ്റെ വിളി കേട്ട് കർത്താവിനെ അനുഗമിച്ചു. കർത്താവിൻ്റെ അനേക അത്ഭുതങ്ങൾ നേരിട്ട് കാണുവാനും അതിൻ്റെ പങ്കാളികളാകുവാനും ഒക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവം ലഭിച്ചു. എന്നാൽ ഈ മറിയയ്ക്ക് ലഭിച്ചതിൻ്റെ കൂട്ടുള്ള സ്വന്തം ജീവിതത്തിൽ വലിയൊരു വിടുതൽ ലഭിക്കുവാൻ ഈ 12 ശിഷ്യന്മാർക്കും കഴിഞ്ഞവരല്ല. അങ്ങനെ അവർ അനുഭവിച്ചിട്ടില്ല. മറിയ ആ പൈശാചിക ബന്ധനത്തിലായിരുന്ന മറിയയ്ക്ക് തനിക്ക് ലഭിച്ച വിടുതൽ എത്ര വലിയ വിടുതലാണെന്ന് മനസ്സിലായതുകൊണ്ട് അതിൽ നിന്ന് ഒരു അണുവിട പിന്നോട്ട് പോകുവാൻ തക്കോണം മറിയയ്ക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവിനെ എല്ലാ ദുഃഖവേളയിലും താൻ മരിച്ചു പോയിട്ട് ഒരു മൃതദേഹമായിട്ട് ഇരിക്കുമ്പോൾ പോലും എല്ലാവരും പേടിച്ച് പിൻപറ്റി വിഷമിച്ച് തങ്ങളുടെ ലീഡറായിട്ടിരുന്ന കർത്താവ് പോയി എന്നുള്ള നിരാശയിൽ ഇരിക്കുമ്പോൾ മറിയ ആ ശവശരീരത്തെ പോലും വീണ്ടും അന്വേഷിച്ച് പോകുന്ന മറിയയും സഹോദരിമാരെയും നമുക്ക് കാണുവാനായിട്ട് എത്ര വലിയ ഒരു സ്നേഹമാണ്. അതുകൊണ്ട് വലിയ ദൈവം മറിയയുടെ ജീവിതത്തിൽ നൽകിയ ഭാഗ്യം എത്രയോ മഹത്തരമായിട്ടാണെന്ന് നോക്ക്. അല്ലെങ്കിൽ പത്രോസിനോ യാക്കോബിനോ യോഹന്നാനോ ഒക്കെ അവർ അനേക അതിശയങ്ങൾ കർത്താവിനെ മറുരൂപ വിലയിൽ തേജസ്കരത്തോടെ കണ്ടവരാണ് ഇവരൊക്കെ. അവരെക്കാട്ടിലും വലിയ ഒരു അനുഭവവും അനുഗ്രഹവുമാണ് സ്വർഗം. വലിയവനായ ദൈവം, എൻ്റെ പിതാവ് നിങ്ങളുടെ പിതാവ് എന്നൊക്കെ കർത്താവ് പറഞ്ഞു. ആ വലിയവനായ ദൈവം, നമ്മുടെ പിതാവ് ഈ മതിലക്കാരത്തി മറിയുടെ ജീവിതത്തിൽ നൽകിയത് ഇവർക്ക് ആർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യം. അവരോട് പോയി, ഈ അപ്പോസ്തലന്മാരോട് പോയി ഈ നല്ല വർത്തമാനം അല്ലെങ്കിൽ ആദ്യ സുവിശേഷം പോയി പറയുവാന്, കർത്താവിനെ ഞാൻ കണ്ടു, അവനോട് സംസാരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള മഹത്തരമായിട്ടുള്ള നല്ല വർത്തമാനം പോയി പറയുവാൻ മതിലക്കാരത്തി മറിയയുടെ ജീവിതത്തിൽ ലഭിച്ച ആ ദൗത്യം, ആ അനുഗ്രഹം എത്ര വലുതാണ്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മുമ്പിൽ അവിടെ കർത്താവ് സഹോദരന്മാരെന്നോ ഒന്നും അവിടെ നോക്കുന്നില്ല. വിളിക്കപ്പെട്ടവർ ആണോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോ ആണോ ഒന്നും അവിടെ നോക്കുന്നില്ല. കർത്താവ് അവിടെ തന്നെ സ്നേഹിച്ച, തന്നെ തേടിയ, തൻ്റെ ഹൃദയം അത്രത്തോളം കർത്താവിന് വേണ്ടി വാഞ്ചിച്ച ആ ഒരു സഹോദരിയാണ് കർത്താവ് ഈ ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുത്തതെന്ന് ഓർക്കുമ്പോൾ എത്ര മഹത്തരമായിട്ടൊരു കാര്യമാണ്. കർത്താവ് സഹോദരിമാരെ തൻ്റെ ശുശ്രൂഷയിൽ കൂടെ നിർത്തി. അതാണ് നമ്മൾ ലൂക്കോസിൻ്റെ ശുശ്രൂഷ 8-ാം അധ്യായത്തിൽ കണ്ടത്. 12 കൂടെ സഹോദരിമാരും ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത്, കർത്താവ് ചില സഹോദരിമാരെ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ചില സഹോദരന്മാരെക്കാട്ടിലൊക്കെ പുരുഷ ശുശ്രൂഷന്മാരെക്കാളിലൊക്കെ അപ്പുറം ശുശ്രൂഷയ്ക്കായിട്ട് ഒരു പക്ഷെങ്കിൽ കർത്താവ് ചില സഹോദരിമാരെ തിരഞ്ഞെടുത്തെന്നിരിക്കും. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ യഹൂദനെന്നോ യവനെന്നോ പുരുഷനെന്നോ സ്ത്രീയോ എന്നൊന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കണ്ടിരുന്നില്ല എന്ന് നമുക്കിതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതിനൊക്കെ ഉപരിയായിട്ട് അവരിലും അപ്പുറമായിട്ടുള്ള ചില ദൗത്യം ചെയ്യിക്കുവാൻ തക്കവണ്ണം ഈ മറിയെ തിരഞ്ഞെടുത്തതിൻ്റെ പോലെ ചില സഹോദരിമാരെ തിരഞ്ഞെടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവ് നമുക്ക് ചില ദൗത്യം നൽകിയിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമുക്ക് നൽകിയ ചില അനുഗ്രഹങ്ങളെ നമ്മൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് ചില ഉൾക്കാഴ്ചകൾ, റെവലേഷൻസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് റോമാലേഖനം 14:17 കാണുന്നത് പോലെ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മൾ കേൾവിയാലും വചനത്താലും ഒക്കെ നമ്മൾ
നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നവരാണ്. എന്നാൽ മറിയയുടെ ജീവിതത്തിൽ ലഭിച്ചതുപോലെ ഒരു പേഴ്സണൽ ഇന്റർവെൻഷൻ, ഒരു പേഴ്സണൽ അനുഗ്രഹം ഈ വചനം കേട്ട് വിശ്വസിച്ചതിന് അപ്പുറമായിട്ട്, വചനം കേട്ട് വിശ്വസിക്കുന്ന നമ്മുടെ തുടക്കമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ. ആ വചനത്തിന്റെ ധ്യാനത്തിലൂടെ, അനുഭവങ്ങളിലൂടെ ഈ ശിഷ്യന്മാർക്ക് ലഭിച്ച ആ വെളിപാട്, ശിഷ്യന്മാർക്ക് പത്രോസിനും യാക്കോബിനും യോഹന്നാനും പൗലോസിനും ഒക്കെ ലഭിച്ചതിന്റെ കൂട്ട് അവർക്ക് ലഭിച്ച റെവലേഷൻ, ഈ വചനം ആയിട്ട് ലഭിച്ചത്, ആ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില അനുഭവങ്ങൾ, ആത്മീയമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമുക്കും സ്വർഗീയമായിട്ടുള്ള ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിൽ, കാഴ്ചപ്പാടുകൾ, വിഷൻസ് ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറും. അതായിരുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ ജീവിതത്തിലുള്ള അനുഭവം. ഈ മതിലക്കാരത്തി മറിയയുടെ ജീവിതത്തിലുണ്ടായ അനുഭവം അതായിരുന്നു. മറിയയ്ക്ക് കർത്താവുമായിട്ടുള്ള ഒരു പേഴ്സണൽ ഇന്റർവെൻഷൻ നടന്ന അനുഗ്രഹം പ്രാപിച്ചവളായിരുന്നു മറിയ. എന്നാൽ അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്ന് അവർ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അത് പ്രാപിച്ച് ശക്തി പ്രാപിച്ചപ്പോൾ ശിഷ്യന്മാരുടെ ജീവിതവും മാറി. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു അനുഭവത്തോട് മുമ്പോട്ട് പോകുമെങ്കിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന, നമ്മൾ അല്ലെങ്കിൽ വചനം കേട്ട് വിശ്വസിച്ചവരായിട്ടുള്ള നമ്മൾ പള്ളിയിൽ പോകും, ആരാധനയ്ക്ക് പോകും, കൈയടിച്ച് പാട്ട് പാടും, നമ്മുടെ സമയം ചെലവഴിക്കും, നമ്മൾ പണം ചെലവഴിക്കും, ഇതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതിന് മേലെയായിട്ടുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. പ്രിയദൈവമക്കളെ, അതിന് ഈ മതിലക്കാരത്തി മറിയയുടെ ജീവിതം പോലെ നമുക്ക് ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ, വിഷൻസ്, അനുഭവങ്ങൾ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായതിൻ്റെ കൂട്ടുണ്ടാവണം. ആ ഒരു പരിജ്ഞാനത്തിലേക്ക് നമ്മൾ വളരണം. അല്ലാതെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ വചനം കേട്ട വിശ്വാസത്തിൽ ശിശുക്കളായിട്ട് നിൽക്കാതെ ആത്മീയ അനുഭവങ്ങളിൽ വളരുവാൻ കൊണ്ട് നമ്മൾക്കിടയാകണം. എങ്കിൽ മാത്രമേ ഏത് പ്രതിസന്ധിയിലും, ഏത് ബുദ്ധിമുട്ടും, റോമാ ഗവർണറുടെ സീൽ നിന്നാലും, വലിയ കല്ലുരുട്ടി വെച്ചാലും, ഇരുട്ടായാലും കർത്താവിനെ പിൻപറ്റുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിനെ തേടി പോകുവാൻ ഉള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും ദൈവത്തോടുള്ള സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. വലിയവനായ ദൈവം ഈ ചിന്തകളാൽ നിങ്ങളെ സഹായിക്കട്ടെ. എന്നെ ഈ ചിന്ത വളരെ സ്വാധീനിച്ചു. മതിലക്കാരത്തി മറിയയ്ക്ക് ലഭിച്ച ആ ഭാഗ്യവും ആ കാഴ്ചപ്പാടും എന്നെ വളരെ സ്വാധീനിച്ചു. അതുകൊണ്ട് നിങ്ങൾ സഹോദരനോ സഹോദരിയോ ആരായിക്കോട്ടെ, കുഞ്ഞുങ്ങളായിക്കോട്ടെ, കർത്താവിനെ സ്നേഹിച്ച് ആ രീതിയിൽ ഈ മറിയെ പിൻപറ്റുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും, വലിയ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയും, വലിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.